Watch India's largest kids library only on Jio Hotstar. Download the app now. മോട്ടു, നമ്മുടെ പരിശ്രമം ഒന്നും പാഴായില്ല. കണ്ടില്ലേ നമ്മുടെ തോട്ടത്തിൽ എത്ര മനോഹരമായ പൂക്കളെ വിരിഞ്ഞിരിക്കുന്നേ. ഇതിലുണ്ടാവുന്ന പൂക്കളൊക്കെ നമുക്ക് കൊണ്ടുപോയി വിറ്റിട്ട് ഒരുപാട് കാശുണ്ടാക്കണം കേട്ടോ. ഓഹോ, ഇങ്ങനെ വെള്ളമടിക്കാൻ ഞാൻ പൂവല്ല മോട്ടു, ഒന്ന് മാറ്റി പിടിക്കാതെ. അതെ മോട്ടു, എനിക്ക് ആ ചുവന്ന പൂവുള്ള ചെടി തന്നേ. ഇന്ന് വാങ്ങിച്ചോളൂ. മോട്ടു, എനിക്ക് ആ പൂച്ചെടി തരൂ. ആ ഇരിക്കുന്ന പൂച്ചെടി ഇന്ന് വാങ്ങിച്ചോളൂ. താങ്ക് യു. ചേട്ടാ, എനിക്ക് ആ പൂ തന്നേക്ക്. വളരെ പ്ലീസ്. താങ്ക് യു, വെരി ഗുഡ്. കൊള്ളാലോ. ഞാനിവിടെ പിച്ചച്ചട്ടി എടുത്തോണ്ടിരിക്കുമ്പോ ഇവരുടെ കയ്യിൽ മാത്രം എങ്ങനെയായത് ഇത്ര പൈസ? എനിക്ക് അറിയുന്നില്ലല്ലോ. എന്താടാ നോക്കി നിൽക്കുന്ന? വല്ല ഐഡിയയും പറ. നിങ്ങളോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. എന്റെ ക്രിമിനൽ മൈൻഡിന് ഒരു ഐഡിയ ഉദിച്ചിട്ടുണ്ട്. എന്താന്ന് ചോദിക്കടാ. ഈ മണ്ണിന്റെ അടിയിൽ കൂടെ പോയിട്ട് ആ മരത്തിന്റെ വേര് ഞാൻ പിഴുതെടുക്കും. ആ മരത്തിന്റെ വേര് പിഴുതെടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അതിൽ ചെടി മുളയ്ക്കും? പിന്നെ എങ്ങനെ അതിൽ പൂവുണ്ടാകും? എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? പത്തുലു, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ നഴ്സറിയില് വലിയൊരു പെരിച്ചാഴി ഇറങ്ങിയിട്ടുണ്ടെന്നാണ്. എനിക്ക് ആ എലിയുടെ മുഖത്തിന് പകരം ജോണിന്റെ മുഖമാ കാണുന്നത് മോട്ടു. എന്ത്? എലിയുടെ മുഖത്തിന് പകരം ജോണിന്റെ മുഖമോ? എങ്കിൽ നമുക്കൊരു വെൽക്കം ഡാൻസ് കൊടുത്തല്ലേ പറ്റൂ. വരൂ. നിങ്ങളിങ്ങനെ ഡാൻസ് കളിച്ചോണ്ടിരുന്ന ഞാനെങ്ങനെ അടിയിൽ കൂടെ പോകുന്നേ? മനസ്സിലായോ? നിങ്ങൾക്ക് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടോ? നിങ്ങൾ കളിക്കുന്നതിന്റെ പേരെന്താ? ഡാൻസ് ആണോ? ഇങ്ങനെ ചാടിയോണ്ടിരിക്കുന്നേ. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇത് കൊള്ളാലോ മോട്ടു പത്ലു. നിങ്ങളുടെ ഈ പൂച്ചെടിയുടെ സംരംഭം വളരെ ഉഗ്രനായിട്ടുണ്ടല്ലോ. ഞാനൊരു സ്പെഷ്യൽ പാർട്ടിക്ക് പോവുകയാ. നിങ്ങളുടെ ഇവിടെയുള്ള എല്ലാ പൂക്കളും ചേർന്ന് ഒരു ബൊക്കെ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നേരെ. ഓക്കേ? ചിങ്കം സാറെ രക്ഷിക്ക്. ബോക്സർ ഞങ്ങളെ തല്ലാൻ നിക്കാണ്. വാ വീട്ടിലേക്ക്. രണ്ടിനെയും ഞാൻ നല്ല ട്രീറ്റ് തന്നു. എവിടെ പോയി രണ്ടും? എവിടെ? Stop in the name of law. എന്റെ അമ്മ. സോറി ചെക്ക് സാറേ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. ആളാരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി മേലിൽ ഇങ്ങനെ പറ്റില്ല. സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇങ്ങനെയും തല്ലുകൊള്ളാൻ ആഗ്രഹിക്കുന്നു. ഈ ത്യാഗം ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല. ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. ഐ സല്യൂട്ട് യു സർ. അമ്മോ, എന്തോന്ന് ഫ്രണ്ട്ഷിപ്പ്, എന്തോന്ന് ത്യാഗം. എന്നോട് പറയാതെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് ഇങ്ങനെ പെരുമാറിയില്ലേ മോട്ടു പത്ലു. ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. നിങ്ങളുടെ പേര് കേട്ടാ തന്നെ എനിക്ക് ഇടിയുടെ പാർസൽ കിട്ടും. ഞാൻ പോവാ. മോട്ടു പത്ലു, ഇതെന്റെ സമ്മാനമാണ്. ഈ തേനീച്ചകൾ നിങ്ങളുടെ പൂക്കളിലുള്ള തേനൊക്കെ എടുത്ത് നിങ്ങളുടെ പൂവിനെ വാടിക്കും. ആസ്വദിക്കോ.
പൊയ്ക്കോ ഇവിടുന്ന്. ഓൻ. മോട്ടു പത്ലു, ഈ തേനീച്ചകൾ നിങ്ങളുടെ ചെടിയിലുള്ള എല്ലാ തേനും എടുക്കും. നിങ്ങളുടെ നഴ്സറിയിൽ ഇനി പൂക്കൾ ഉണ്ടാക്കാൻ പോകുന്നില്ല. ആസ്വദിക്കോ. എന്തൊരു കടിയാ കടിക്കുന്നത്. രക്ഷിക്കണേ, ഈ തേനീച്ചകളോടൊന്ന് പറ. അയ്യോ വലിയേട്ടാ, ഒന്ന് വേഗം വരൂ. ഈ തേനീച്ചകളൊക്കെ ഞങ്ങളുടെ ദേഹത്ത് അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുക. ഡോക്ടർ ചെക്ക, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ. തേനീച്ചകൾ കുത്തി കുത്തി ഞങ്ങളെ ഒരു പരിവാക്കി. ഇതേ കണ്ടില്ലേ? നിങ്ങളാരും വിഷമിക്കേ വേണ്ട. ഞാൻ നിങ്ങൾ രണ്ടുപേരെയും ശരിയാക്കാം. ഇതൊരു റോബോട്ടിക് ബേർഡാണ്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് ഈ ബേർഡിനെ നിങ്ങളുടെ നഴ്സറിന്റെ മേലെ പറപ്പിച്ചാൽ ഇത് എല്ലാ തേനീച്ചകളെയും വിരട്ടി ഓടിക്കും. അതെ, ബോസ്, നിങ്ങളുടെ പദ്ധതി ആകെ പൊളിയുകയാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കടാ. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ അവിടെ എല്ലാം നശിക്കാൻ പോവാണ്. എന്താ ഇത്? എന്താ ഇത്? എന്താ ഇവിടെ സംഭവിക്കുന്നത്? എന്റെ പത്തിലും ഇതെന്ത് പുതിയ മാരണോ വന്നിരിക്കുന്നത്? നമ്മുടെ സമാധാനം കളയുവാനായിട്ട് ഞാൻ ഇവറ്റകളെ വെറുതെ വിടില്ല. വേഗം പോ. നിന്റെ മുതലാളിയുടെ അടുത്തേക്ക് തന്നെ പോ. അയ്യോ, നമ്മൾ അയച്ച എരികളൊക്കെ നമുക്ക് തന്നെ റിട്ടേൺ വന്നല്ലോ. ഇത് നമ്മുടെ ചെയ്തായി പോയി. ഓടടാ, ഓടെ, എല്ലാം ഓടെ. ഞാൻ എല്ലാ പൂക്കളെയും നശിപ്പിക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു പൂക്കളും ഉണ്ടാവാൻ പാടില്ല. ഒരു പൂവും വിട്ടു വെക്കില്ല ഞാൻ. എങ്ങനെയുണ്ട് ഞാൻ ചെയ്തത്? ഓ, ഇത് ജോൺ ആയിരുന്നോ? ഇപ്പൊ കാണിച്ചു കൊടുക്കാമെന്ന് ഞാൻ. ജോൺ, പത്ലു, നിന്നെ ഞാൻ വെറുതെ പിടിച്ചടാ. താഴോട്ട് വലിക്ക് പത്തിലു, ഇവനും താഴോട്ട് വലിക്ക്. എന്നെ വിടടാ. അയ്യോ, എന്നെ കാണിച്ചു തരണോ? എന്നെ വിട, എന്നെ വിട, എന്നെ വിടടാ. അയ്യോ, അയ്യോ. നീ എന്താ ചെയ്യുന്ന മോട്ടു? എന്റെ മേലെ ഇരുന്ന് പറന്ന് കളിക്കാനോ? ഇവിടുന്ന് വീണാൽ എന്റെ പൊടി പോലും തിരിച്ചു കിട്ടില്ലല്ലോ. താഴോട്ട് ചെല്ല്. താഴെ വന്നാൽ നീ എന്നെ അടിച്ച് പഞ്ചറാക്കുമല്ലോ.
മുകളിൽ മാത്രം നിന്നെ ആരാ വിടാൻ പോകുന്ന ജോണേ? ചിങ്ങം സാർ എനിക്ക് മാപ്പ് നൽകണം. ഞാൻ പുറത്തു പോകില്ല. പുറത്തു പോയാൽ അവരെന്നെ അടിച്ച് പഞ്ചറാക്കും. ഞാൻ അകത്ത് തന്നെ ഇരുന്നോളാം, പ്ലീസ്. Watch India's largest kids library only on Geo Hotstar. Download the app now.